സ്വർഗവാണിയുടെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപിടി നല്ല ഗാനങ്ങളുമായി വീണ്ടും സ്വർഗവാണി നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ കോളിനായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇതാരാ വിളിക്കുന്നേ? ഞാൻ കാഞ്ഞിരപ്പള്ളിന്നാണ്. കോട്ടയം ജില്ലയാ. അത് മനസ്സിലായി. കാഞ്ഞിരപ്പള്ളിയിൽ എവിടെയാണ് ചേച്ചി സ്ഥലം? കാഞ്ഞിരപ്പള്ളി ആനക്കല്ല്. ആനക്കല്ല്. ഓ ശരി ശരി. ഒത്തിരി ഇഷ്ടമാ. ഞാൻ ഉള്ളൊക്കെ ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അന്നൊന്നും വിളിച്ചില്ല. അന്നേരം ഞാൻ ഇന്നും ഇങ്ങനെ വെച്ച് നോക്കും. ശനിയാഴ്ച പിന്നെ വ്യാഴാഴ്ച ഉണ്ടല്ലോ. അതെ അതെ അതെ, റീടേക്കും പോകാറുണ്ട്. അത് രണ്ടും ഞാൻ എവിടെ പോയാലും ആ സമയമാവും വന്നിട്ട് വെച്ച് നോക്കും ഉണ്ടോന്നറിയാൻ. രാധാമണി ചേച്ചിയുടെ സംസാരം കേട്ട് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മുടെ സ്ഥിരം പ്രേക്ഷക ഫാമിലി ആയിട്ട് എല്ലാവരും രണ്ട് മക്കളുണ്ട്. മക്കളൊക്കെ എന്ത് ചെയ്യോ? മക്കളെ രണ്ടുപേരെയും കെട്ടിച്ചു വിട്ടു. അവര് സുഖമായിട്ടിരിക്കുന്നു. അവർക്ക് മൂത്തവർക്ക് 2 പെൺമക്കള്, ഇളയവർക്ക് 4 പെൺമക്കള്. ഓ ശരിക്കും രാധാമണി ചേച്ചിയുടെ സംസാരം കേട്ടാൽ, ആ ടോൺ കേട്ടാലേ ഇത്രയും പ്രായം ഉണ്ടെന്ന് പറയുന്നില്ല കേട്ടോ. ഓക്കെ, ഇന്ന് രാധാമണി ചേച്ചി പാട്ട് പാടുന്ന ഒരാളാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. സൗണ്ട് ഒക്കെ കേട്ടത് സ്വീറ്റ് വോയിസ്. പാടും, ചെറുതായിട്ടൊക്കെ പാടും. ആണോ? ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കും. ഓക്കെ. നിനക്കാൻ കരുതും യേശു നല്ലയോഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണോ നീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണോ നീരവൻ തുടയ്ക്കും. ചേച്ചി നല്ല സൂപ്പറായിട്ട് പാടില്ല. ഇതാണോ ചെറുതായിട്ട് പാടുമെന്ന് പറഞ്ഞു? നല്ല സംഗതികളൊക്കെ പാടിയിരിക്കുന്നു. നല്ല രസമുണ്ട് കേൾക്കാൻ. അല്ല, മുമ്പേ പറഞ്ഞതുപോലെ ചേച്ചിയുടെ വോയിസ് ആ പാട്ട് പാടുന്നതിലും ഒരു യങ്സ്റ്റർ വോയിസ് ഇല്ലയോ? അതല്ലേ ചേച്ചി, പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടായത് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും മനസ്സിൽ തോന്നിക്കുന്ന ഒരു പാട്ടാ. ഓ ശരി. അതിന്റെ വരികളൊക്കെ ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട വരികളാണ്. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നിയതേ ചേച്ചി ആ പാട്ട് നിനക്കായി കരുതും അവൻ നല്ല ഓഹരി എന്നാണ് നമ്മുടെ ഗാനരചയിതാവ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ചേച്ചി അത് അവിടെ യേശു നല്ല ഓഹരി എന്നാ പാടിയത് അല്ലേ? അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എന്താണെങ്കിലും ഇന്ന് രാധാമണി ചേച്ചിയുടെ കോള് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണെന്ന് അറിഞ്ഞപ്പോൾ അതിലും സന്തോഷം. അതെ അതെ ചേച്ചി, പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്നത് എന്റെ ജന്മനാടുകൂടാണ് കേട്ടോ. ഞാൻ ജനിച്ചത് അവിടെ, വളർന്നതൊക്കെ വേറെ സ്ഥലത്താണെങ്കിലും ഞാൻ ജനിച്ചത് അവിടെ 26 മൈൽ ആശുപത്രിയിലാണ് ജനിച്ചത്. അതുകൊണ്ട് ചേച്ചി എന്റെ നാട്ടുകാരി ആയതുകൊണ്ട് ഒത്തിരി സന്തോഷം. അപ്പൊ രാധാമണി ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് ഒരു സോങ് പാടുന്നുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സോങ് ആണ്. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മക്കളെയും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. വീണ്ടും വിളിക്കണം കേട്ടോ. വിളിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ ചേച്ചി, ഗോഡ് ബ്ലെസ് യു. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. അപ്പം നമ്മുടെ രാധാമണി ചേച്ചിയാണ് വിളിച്ചത്. അതെ, ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കോൾ നമുക്ക് ഭയങ്കര എനർജി തരുന്ന ഒരു കോളായിരുന്നു അല്ലേ? കാഞ്ഞിരപ്പള്ളി എന്ന് കേട്ടപ്പോഴേ എനിക്ക് ഒത്തിരി സന്തോഷമായി. അതെ ചേച്ചി, ആ പാട്ട് പാടിയപ്പോൾ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് ചേച്ചി അവൻ നല്ല ഓഹരി എന്നുള്ളത് മാറ്റിയിട്ട് യേശു എന്ന് ചേർത്തത് ഒത്തിരി സന്തോഷമായെങ്കിലും നമുക്ക് നമ്മുടെ രാധാമണി ചേച്ചിക്ക് വേണ്ടി ചേച്ചിയുടെ ആ ഒരു വിശ്വാസമൊക്കെ കണക്കിലെടുത്ത് ആഴത്തിൽ എന്നോട് ഇടപെടണേ, ആത്മാവിൽ എന്നോട് ഇടപെടണേ, റിജി നാരായണന്റെ മനോഹരമായൊരു ഗാനം. ആത്മാവിനാ ദാഹിക്കും
ആഴത്തിൽ എന്നോട് ഇടപെടണേ, ആത്മാവിൽ എന്നോട് ഇടപെടണേ. വളരെ മനോഹരമായൊരു ഗാനമായിരുന്നു എഴുതിയത് റെജി നാരായണൻ പാസ്റ്ററാണ്. അദ്ദേഹം ഒത്തിരി ടെസ്റ്റിമണിയുള്ള ഒരാളാണ് അല്ലേ. അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായൊരു ഗാനം നമ്മുടെ രാധാമണി ചേച്ചിക്ക് വളരെ ആശ്വാസം. അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഒത്തിരി വിവാദമായാൽ പോലും ഒത്തിരി ആളുകളിലേക്ക് ആ പാട്ടുകളൊക്കെ ചെല്ലുന്നു. ഒത്തിരി ബ്ലെസ്സഡ് സോങ്സ് ആണ് റെജി നാരായണന്റെ സംഭാവന. അപ്പം നമ്മുടെ അടുത്ത കോളർ ലൈനിലുണ്ട്, നമുക്ക് കോൾ എടുത്തിട്ട് തിരിച്ചു വരാം. ശരി. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? ഒത്തിരി വർഷമായി ഞാനിത് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട്. ആണോ? അപ്പൊ ഇന്ന് ലക്കി ഡേ ആണ്. ഞാനിത് ആരംഭം തൊട്ടേ കാണുന്നതാ. ആണോ? ഒത്തിരി സന്തോഷം. ഇന്നപ്പം ഇന്ന് ചേച്ചിയുടെ പേര് പറഞ്ഞില്ല. ആലീസ്. എന്തോ? ആലീസ്. ആലീസ്. അതെ. ആലീസ് ചേച്ചി എവിടെന്നാ വിളിക്കുന്നത്? കണ്ണൂര് കേളകം. ഓ, കണ്ണൂർ. അത്രയും ദൂരം നിന്നൊക്കെ ഞങ്ങളെ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. അയ്യോ, എനിക്ക് ഒത്തിരി ആഗ്രഹമാണ്. ഞാൻ എന്നും എല്ലാ ശനിയാഴ്ച ഇതിനു വേണ്ടി കാത്തിരിക്കുവാ. ആണോ? ചേച്ചി വീട്ടിലാരൊക്കെയുണ്ട്? എന്താ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് പപ്പയും പിന്നെ 4 മക്കളും. അതിൽ മൂത്ത 3 പെൺമക്കള്, അവരെ 3നെയും കെട്ടിച്ചയച്ചു. 4ാമത്തത് മോൻ എൽദോ, അവൻ അബുദാബിയിലാണ്. എങ്ങനെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു, തമ്പുരാന്റെ കരുണമുണ്ട്. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു കണ്ണൂര്? മഴയൊക്കെ ഈ ഇടയ്ക്ക് നല്ല മഴയായിരുന്നല്ലോ. മഴ നമുക്ക് കണ്ണൂരെന്ന് പറയുമ്പോൾ കേളകം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കുറെ കണ്ണൂര് ടൗണിൽ നിന്ന് കുറെ കിലോമീറ്റർ ഉള്ളിലോട്ടുള്ളത്. ഓക്കെ, ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കണ്ണൂരൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ മാത്യു സോറി സാറിന്റെ മെസ്സേജ് പ്രോഗ്രാമൊക്കെ എല്ലാം കാണാറുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ് ആലിസ് ചേച്ചി. എന്തായാലും ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാവോ? ഇപ്പോഴാ? പാടിക്കോ, നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കും. എൻ പ്രാണനാഥനെന്നു വരും എന്നു തീരും എൻ വേദനകൾ. എൻ പ്രാണനാഥനെന്നു വരും എന്നു തീരും എൻ വേദനകൾ. ആകുലത്തിൽ ആശ്വസിപ്പാൻ ആവശ്യങ്ങളിലാശ്രയിപ്പാൻ അങ്ങല്ലാതാരും ഇല്ലെനിക്ക്. ആത്മാനാഥ ഈ പാരിടത്തിൽ അങ്ങല്ലാതാരും ഇല്ലെനിക്ക്. ആത്മാനാഥ ഈ പാരിടത്തിൽ. ആലിസ് ചേച്ചി, ഇന്ന് മൊത്തം പാട്ടുകാരാണ് വിളിച്ചത്. എൻ പ്രാണനാഥൻ എന്ന് വരും, എന്ന് വരും, വരുന്നതിന്റെ അന്ന് നമ്മുടെ വേദന തീരും, ഇല്ലയോ? എന്ന് തീരുന്നല്ല, അന്ന് തീരും നമ്മുടെ വേദനകളൊക്കെ. അതെ. ഇത് അല്ല, ഞാൻ പിന്നെ പള്ളിയിലൊക്കെ പാട്ട് പാടുന്ന കൂടുതലാണ് പ്രായോഗികമായി. വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. 64 വയസ്സായി, 65 വയസ്സ് തുടങ്ങി. അയ്യോ, അതെ അതെ. ഇനി ഇങ്ങനെ ഏജ് കിടക്കുക. കർത്താവിനെ സ്തുതിക്കാനായിട്ട് ദൈവം ഇങ്ങനെ ആയുസ് ഇങ്ങനെ നീട്ടിയിട്ട് തരും കേട്ടോ. സ്തുതിക്കാൻ മാത്രം ദൈവം അങ്ങനെ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട്. പള്ളിയിൽ ഞാൻ മത്സരത്തിനൊക്കെ പാട്ട് പാടുന്നതാണ്, സമ്മാനങ്ങൾ ഒത്തിരി മേടിച്ചിട്ടുണ്ട്. അപ്പൊ പള്ളിയിൽ നല്ല ആക്റ്റീവ് ഒരു മെമ്പർ ആണ് ആലിസ് ചേച്ചി അല്ലേ? അതെ അതെ. മകന് കല്യാണം ഒന്നും ആയില്ല, ഒരു സങ്കടമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. കല്യാണമൊക്കെ റൈറ്റ് ടൈമില്, കറക്റ്റ് ടൈമിൽ അത് നടക്കും കേട്ടോ, ഒന്നും വിഷമിക്കണ്ട. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. സെപ്റ്റംബർ ഒക്ടോബറിൽ മോൻ വരും, അബുദാബിയിലാണ്. ഓ ശരി ശരി. എൽദോന്ന് പേര്. ഓക്കെ. അപ്പൊ ഞങ്ങളുടെ അന്വേഷണം എൽദോയെ അറിയിക്കുക, ഞങ്ങളുടെ ഫാമിലി ഫുൾ. അതെ, കല്യാണമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളെ ഒന്നുകൂടെ ഒന്ന് വിളിക്കുക, എന്നിട്ട് ഈ സന്തോഷം ഞങ്ങളോട് പങ്കുവെക്കണം. ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു എനിക്ക് വിളിച്ചപ്പോ കിട്ടിയതിന്. ഓക്കെ ഓക്കെ. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. പാൻറ്റിക്ക് വേണ്ടി ഞങ്ങളും നല്ല മനോഹരമായിട്ടൊരു പാട്ട് പാടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വിളിച്ചത് നമ്മുടെ കണ്ണൂരിൽ നിന്നുള്ള ആലീസ് ആൻറ്റിയാണ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആൻറ്റി അല്ലേ? 64 വയസ്സുണ്ട്. പറഞ്ഞ കേട്ടോ, ചർച്ചിലൊക്കെ എല്ലാ പ്രോഗ്രാമിനും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ആൻറ്റി അല്ലേ? മത്സരത്തിനൊക്കെ പങ്കെടുക്കും. അതെ, ആ ഒരു സന്തോഷം, അതിലുപരി കിട്ടിയതിൻ്റെ സന്തോഷം. അപ്പം ഈ ഞങ്ങളെ കോൾ ചെയ്തിട്ട് കിട്ടാത്തവർ
വിഷമിക്കേണ്ട, നിങ്ങൾ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടേ ഇരിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും. അപ്പം വീണ്ടും വിളിക്കുക. അപ്പം ഇന്ന് നമ്മളെ വിളിച്ച കണ്ണൂരിലെ ആലിസ് ആൻറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പാലിൽ പാർക്കും അൽപായുസ് എന്നുള്ള അനുഗ്രഹമായ ഗാനം പാടാം. വളരെ മനോഹരമായ ഒരു ഗാനമാണ്. പാലിൽ പാർക്കും അൽപായുസിൽ ഭാരങ്ങൾ അധികം വേണ്ടിനി, അല്ലേ? യോഗപ്രകാരം ഭാരങ്ങളില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത മനുഷ്യരില്ല. പക്ഷെ കർത്താവ് പറയുന്നത് കാരുരുമ്പാണി നമുക്ക് വേണ്ടി ഭാരങ്ങൾ വഹിച്ചൊരു കർത്താവ് ഉള്ളതുകൊണ്ട് ഇതൊക്കെ സാരമില്ല എന്ന് എണ്ണുവിൻ എന്ന കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമായിരുന്നു. നമ്മുടെ അടുത്ത കോളിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായിട്ടും. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇതാരാണ് വിളിക്കുന്നത്? സിനി ബിനോജി. സിനു ജിജി. സിനി ബിനോജി. സിനി ബിനോ ബിനോജി. ബിനോജി. ഞാൻ ചിന്തിച്ച് ബിനു ജി എൻഷിലാണെന്നാ ഞാൻ വിചാരിച്ചത് കേട്ടോ. അല്ലല്ല, ബിനോജി. BINOJI. ബിനോജി. സിനി ബിനോജി. ഓക്കെ, സിനു ബിനോജി. എവിടുന്നാണ് വിളിക്കുന്നത് സിസ്റ്റർ? ഞാൻ ആറന്മുള, പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള എന്നാണല്ലേ? ഓക്കെ, സന്തോഷം. നമ്മുടെ സ്വർഗവാണി സ്ഥിരമായിട്ട് കാണാറുണ്ടോ? ഉണ്ട്. ആ, ഓക്കെ, സ്ഥിരം പ്രേക്ഷകയാണല്ലേ. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. ആണല്ലേ? കുഞ്ഞുങ്ങളുടെ സ്കൂളൊക്കെ തുറക്കുകയാണ് നാളല്ലേ? അതെ അതെ. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ അതിന്റെ? ഒരുക്കങ്ങളൊക്കെ റെഡിയായി വരുന്നു. ആണല്ലേ? ഓക്കെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ വീട്ടില്? സുഖമായിട്ടിരിക്കുന്നു. എന്താ ഹസ്ബൻഡിന് എന്താ ജോലി? ഹസ്ബൻഡ് നാട്ടില് ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. ഓ ശരി. കുഞ്ഞുങ്ങളൊക്കെ എന്താ പ്രായമായി? മോന് നേഴ്സിംഗ് കഴിഞ്ഞു, ഇപ്പൊ കയറിയതേ ഉള്ളൂ, ജോലി കയറിയതേ ഉള്ളൂ. നഴ്സിംഗ് കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം ഒക്കെ കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഫുള്ളും പാടണോ? ഒരു 4 വരി പ്രേക്ഷകർക്കൊക്കെ വേണ്ടിട്ട് സന്തോഷത്തിനായിട്ട് ഒരു പാട്ട്. ഞങ്ങൾ വിളിക്കുന്ന എല്ലാവരെ കൊണ്ട് 4 വരി പാടിപ്പിക്കും. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം തന്നെ സിനി ചേച്ചി, നമ്മുടെ പ്രോഗ്രാമിന്റെ ഉദ്ദേശം തന്നെ നമ്മൾ പാട്ട് പാടിക്കുക, നമ്മളെ വിളിക്കുന്നവരെ കൊണ്ട് അവരുടെ ഒരു സന്തോഷം പാടുന്നത്, അത് കേൾക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാടുക, ഇതാണ്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു 4 വരി ഒരു സോങ് പാട്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നും നന്ദി കരുതുന്നു ഞാൻ. എനിക്കായി
നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലും. ഹലോ ഹലോ മതിയോ? മതി 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 ചേച്ചി നന്നായിട്ട് പാടി കേട്ടോ. അല്ല സിനി ചേച്ചി, ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. സിനി ചേച്ചി വിളിച്ചപ്പം സംസാരിച്ചപ്പം കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ച് 2-ലോ 3-ലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും. ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് പറഞ്ഞത് നഴ്സിംഗിന് പഠിക്കുമോ മോൻ ജോലിക്ക് കയറുന്നു. നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞു. മോനിപ്പം മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ കോഴഞ്ചേരി ആണല്ലേ. അതിനുപരി അത് കൂടാതെ പിന്നെ അടുത്തത് പാട്ട് വന്നപ്പോ ഞങ്ങളെ അതിലും ഞെട്ടിച്ചു. കാരണം നല്ല സ്വീറ്റ് ആയിട്ട് പാടി. അത് ഈ പാട്ട് ആക്ച്വലി ഈ കഴിഞ്ഞ സൺഡേയിൽ ഞങ്ങൾ ചർച്ചയിൽ ഭയങ്കരമായിട്ട് പാടി കർത്താവിനെ ആരാധിച്ചൊരു പാട്ടാണ്. അതുപോലെ തന്നെ ഈ പാട്ട് ഒത്തിരി പ്രത്യേകതകളുണ്ട്. നന്ദി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തോട്. അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ ദൈവം നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ. നമ്മളെ സൂക്ഷിക്കുന്നതും നമ്മളെപ്പോഴും ഇങ്ങനെ പരിഭവങ്ങളും പരാതികളും ഒക്കെ ദൈവത്തോട് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ നമ്മൾ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ എപ്പോഴും നന്ദിയുള്ളവന്. ദാവീദിനുള്ളൊരു ക്വാളിറ്റി അതായിരുന്നു. ദാവീദിന്റെ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പം എപ്പോഴും അദ്ദേഹം ദൈവത്തോട് ഭയങ്കര നന്ദിയുള്ള ആളായിരുന്നു. അപ്പോൾ ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ള ആൾക്കാരെ ദൈവം എപ്പോഴും ഉയർത്തും. അപ്പം നമ്മളെ ചേച്ചിയെ തീർച്ചയായിട്ടും ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ദൈവത്തോട് ഒത്തിരി നന്ദിയുള്ള ഒരു വ്യക്തിയാണ്. അതാണ് ഒരു പാട്ട് പാടാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വാക്കുകൾ പറഞ്ഞത്. അതെ. അപ്പൊ ചേച്ചി, ഞങ്ങൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് വളരെ ഒരു പഴയ ഒരു ഗാനം പാടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചേച്ചിക്കും കുഞ്ഞുങ്ങൾക്കും ഹസ്ബൻഡിനൊക്കെ വേണ്ടിയിട്ട് അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, ഒരുപാട് സന്തോഷം. അനുഗ്രഹിക്കട്ടെ. ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ ചേച്ചി. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ സിനി ബിനോജി. ഞാൻ വിചാരിച്ചു ബിനു ജി ആണെന്നാണ് വിചാരിച്ചത്, എൻഷിലാണെന്ന് വിചാരിച്ചത്. പക്ഷേ ബിനോജി ഒരു വെറൈറ്റി നെയിം. ഇന്ന് നമ്മളെ വിളിച്ചവരെല്ലാം നല്ല പാട്ടുകാരാണല്ലേ. അതെ, നല്ല പാട്ടുകാർ. അല്ല, പ്രത്യേകിച്ച് പിന്നെ സിനി ചേച്ചിയുടെ സോങ് എനിക്കൊന്നും കൂടെ കുറച്ചുകൂടെ സ്വീറ്റ് ആയിട്ട് തോന്നി. കാരണം നല്ല എല്ലാവരും മനോഹരമായിട്ട് പാടി. അതിലും കുറച്ചും കൂടി എന്താ സിനി ചേച്ചിയുടെ വോയിസ് കുറച്ചും കൂടെ സ്വീറ്റ് ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് ആ പാട്ട് നമ്മൾ ഏത് ഒക്കേഷനിലും പാടാൻ പറ്റിയ ഒരു പാട്ടാണ്. അപ്പൊ നമുക്ക് സിനി ചേച്ചിക്ക് വേണ്ടിയിട്ട് പിളർന്നതാം പറയേ നിന്നിൽ ഞാൻ മറയട്ടെ എന്നുള്ളൊരു സോങ്, എന്നുള്ള ഒരു സോങ് അല്ല, ഇന്ന് ആ സോങ് എവർഗ്രീൻ ഹിറ്റ് വളരെ മനോഹരമായിട്ട് പാടിയ ആ പാട്ട്, അതിലേക്ക് നമുക്ക് പോവാം. ലോകത്തിൽ കഷ്ടമുണ്ട്, ഇന്നാൾ ജയിച്ചവൻ കൂടെയുണ്ട്. ലോകത്തിൽ കഷ്ടമുണ്ട്, ഇന്നാൾ ജയിച്ചവൻ കൂടെയുണ്ട്. തീയമ്പുകൾ ശത്രു എയ്തിടുമ്പോൾ തൻ ചിറകിൽ നിഴലിൽ അഭയം തരും. തീയമ്പുകൾ ശത്രു എയ്തിടുമ്പോൾ തൻ ചിറകിൽ നിഴലിൽ അഭയം തരും. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. സംഗീതമേ എനിക്കാനന്ദമേ, നിന്നെ ചാരിടുന്നവർക്ക് ആശ്വാസമേ. നിന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. എപ്പോൾ പാടിയാലും വളരെ ഒരു സന്തോഷം തോന്നുന്ന അല്ലേ. ഞാൻ ഈ പാട്ടൊക്കെ കേട്ടിട്ടുള്ളത് എൻ്റെ പപ്പായും ഉമ്മയൊക്കെ പാടുന്ന, പ്രത്യേകിച്ച് എൻ്റെ പപ്പയുടെ ഒരു ഫേവറേറ്റ് സോങ് ആണ് ഇത്, പിളർന്നതാം പാറേ. ജെവി പീറ്റർ അങ്കിളിന്റെ എനിക്ക് കറക്റ്റ് അതിൻ്റെ ആരാണ് എന്നറിയില്ല. പക്ഷേ
എപ്പോ പാടിയാലും ശരിക്കും ഞാൻ ഈ പാട്ട് കേൾക്കുമ്പം മറ്റേ കെസ്റ്റർ ചേട്ടൻ പാടുമ്പോഴേ തീയമ്പുകളൊക്കെ പാടുമ്പോൾ ആ ഭാഗം വരും നമുക്കങ്ങ് ശ്വാസം മുട്ടും. ആ ഒരു രീതിയിലാണ് വളരെ മനോഹരമായിട്ടാണ് ഈ പാട്ടൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഫുൾ സോങ് പാടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് കോള് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല. അവരിങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത കോളർ വെയിറ്റിലുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ. ഹലോ ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഞാനൊരു വീഴ്ച വീണു. ഇപ്പൊ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യ. ഒരു വർഷം വെച്ച് വീണതാ. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എഴുന്നേറ്റ് നടക്കാൻ എനിക്ക് സ്നാനം ചെയ്യണമെന്ന് ആഗ്രഹം. കുറേ ടൈംസ് പിന്നെ കോള് കണ്ടിന്യൂസ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് തോന്നി ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുള്ള ഒരു ആന്റിയോ അല്ലെങ്കിൽ ചേച്ചിയോ ആണ് വിളിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു കേട്ടോ. ആന്റി എവിടുന്നാ? ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചോട്ടെ. ആന്റി എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ ഇപ്പൊ കളമശ്ശേരിയിലാ. എന്റെ വീട് അഞ്ചൽ, കൊല്ലം ജില്ലയിലാ. ഇന്നലെ റോഡില് ഞാൻ എന്റെ സഹോദരിയുടെ വീട്ടില് വന്നേ. അവിടെ കൈ കഴുകാൻ പോയപ്പോ ഞാൻ വലത്തുഭാഗം അടിച്ചിട്ടൊന്ന് വീണു. പക്ഷെ എനിക്ക് ഭയങ്കര ഇപ്പൊ എനിക്ക് എഴുന്നേറ്റ് മര്യാദയ്ക്ക് നടക്കാൻ പറ്റത്തില്ല. മാത അമൃതയിലായിരുന്നു എന്റെ ഓപ്പറേഷൻ. എന്റെ വലത്തെ തുടക്കി 3 പൊട്ടുണ്ടായിരുന്നു. ആംബുലൻസിലാണ് എന്നെ കൊണ്ടുപോയത്. തിരിച്ച് വീട്ടിലേക്ക് അഞ്ചലിലേക്ക് കൊണ്ടുപോയത് ആംബുലൻസില്ല. ഇപ്പൊ എന്റെ ഒരു സഹോദരിയുടെ മോളുടെ കല്യാണത്തിന് ഞാൻ ഇവിടെ വന്ന് എന്റെ സഹോദരിയുടെ വീട്ടിൽ എനിക്ക് നടക്കാൻ എനിക്ക് വയ്യ. പേരെന്തായിരുന്നു? അതിന്റെ പേരോടൊന്ന് പറയാമോ? എന്റെ പേര് ആലീസ. ഞാൻ ഒത്തിരി ദുഃഖം അനുഭവിച്ച ആളാ. ഇഷ്ടപ്പെട്ടൊരു വിവാഹമായിരുന്നു. ഭർത്താവ് നല്ല മദ്യപാനിയാ. പുള്ളിക്ക് വലിയ സുഹൃത്തുബന്ധമുള്ള ആളാ. ഭർത്താവ് ഞാൻ അനുഭവിച്ചതാ. ഇപ്പം നമുക്ക് ലോകത്ത് നോക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ കാണും അല്ലേ? കർത്താവ് സ്നേഹിക്കുന്നവർക്ക് അതിൽ കൂടുതൽ, കർത്താവ് സ്നേഹിക്കുന്നവർക്ക് ഒത്തിരി സാധാരണ നോർമൽ ആൾക്കാരെക്കാൾ കൂടുതൽ പ്രശ്നം കാണും. അത് ഒരു എന്താ പറയുന്ന, അതൊരു ദൈവത്തിന്റെ നിശ്ചയമാണ് അങ്ങനെയുള്ള വേദനകളും പ്രയാസങ്ങളൊക്കെ. ഞാൻ വചനെടുത്ത് എന്നോട് ദൈവത്തിന്റെ വചനം പറഞ്ഞു, നിന്റെ പാദം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊല്ലും, നീതിമാൻക്ക് ഞാൻ അവിടുന്ന് സമ്മതിക്കില്ല. അതെ ആന്റണി, ഈ പ്രയാസഘട്ടങ്ങളിലൊക്കെ നമുക്ക് ആശ്രയിക്കാനായിട്ട് കർത്താവ് നമുക്ക് തന്നേക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അപ്പം നമ്മൾ അത് വായിക്കുമ്പം നമ്മൾ എത്ര തകർന്നിരിക്കുന്നതും നുറുങ്ങിയിരിക്കുന്ന അവസ്ഥയാണെങ്കിലും അങ്ങനെ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ദൈവവചന ധ്യാനം നടത്തുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ആശ്വാസമാണ് അല്ലേ? ഇതിലുപരി എനിക്ക് വചനം ഇത് തന്നെ വാളാ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. എന്റെ മക്കൾ എന്നോട് മിണ്ടത്തില്ല. ഒരു മോൻ 42 വർഷം, എന്റെ കല്യാണം കഴിഞ്ഞില്ല. ഡബിൾ എൻഡിയ, നല്ല സ്വഭാവ, ഒരു ചിന്മയുടെ ശക്തി അവരില്ല. പക്ഷേ അവർ ദൈവത്തിലേക്ക് വന്നല്ലോ. എല്ലാവരെയും വേണം എന്നുള്ള നിലയില് ഫ്രണ്ട്സൊക്കെ മുസ്ലിം, ഹിന്ദു, എല്ലാവരും ഉണ്ട്. പക്ഷെ അവരാരും ചതിക്കേ വഞ്ചിക്കേ ഒരു പെണ്ണിന്റെ പുറകെ പോയി അങ്ങനെയുള്ള ഒരു ദുർസ്വഭാവം ഒന്നും 2 പേർക്കും ഇല്ല. മൂത്ത മോനാണെങ്കിൽ ഇപ്പൊ 2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അവന്റെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരുന്നവനാ. അപ്പൊ എന്റെ ഭർത്താവിന്റെ ആൾക്കാരെ എന്നോട് അസൂയുള്ളൂ. അതിന്റെ മക്കൾ നല്ല വിദ്യാഭ്യാസം. ഒരാൾ ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ജോൺസൺ കമ്പനിയില. അവൻ ജോലി കിടന്ന് വീട്ടിൽ വന്ന് വർഷങ്ങളായിരുന്നു. ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തു. അവര് പലരും എന്നോട് ചോദിച്ചു, നീ വലിയ പ്രാർത്ഥനക്കാരിയൊക്കെ ആണല്ലോ, നിന്റെ മക്കൾ എന്തൊക്കെയാണ്. പക്ഷെ ദൈവം അത്ഭുതമാകും. വിഷമിക്കണ്ട, നമുക്ക് കർത്താവ് പറഞ്ഞ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, അതിനെ എന്നാൽ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാ കർത്താവ് പറയുന്നത്. ആന്റി, ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് നമുക്ക് ചുറ്റിലുമുണ്ട്, ഒത്തിരി ആളുകളെ നമുക്ക് ചുറ്റിലുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസമായി തീരാൻ ആന്റിയുടെ സാക്ഷ്യങ്ങളും ആന്റിയുടെ പ്രാർത്ഥനയൊക്കെ ഒത്തിരി സഹായമാകട്ടെ. ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം കേട്ടോ ആന്റി. അപ്പോൾ നമ്മളെ വിളിച്ചത് ആലിസ് ആന്റിയാണ്, കളമശ്ശേരി. അല്ല, വീട് കൊട്ടാരക്കരയോ? അഞ്ചൽ, കൊല്ലം അഞ്ചൽ. ആലിസ് ആന്റിയാണ് വിളിച്ചത്. ഒത്തിരി പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു ആന്റിയാണ് അല്ലേ? ആ സംസാരം നമുക്ക്, കാരണം നമ്മുടെ കോളേഴ്സ് ലൈനിലുള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം ആന്റിയോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ആന്റിയുടെ ആ ഒരു പ്രയാസം നമുക്കും വളരെ പ്രത്യാശയോടെ. അതെ അതെ, ദൈവവചന ആശ്വാസം. അപ്പൊ നമുക്ക് ആന്റിക്ക് വേണ്ടിയിട്ട് നമുക്ക്
അത്ഭുതമല്ല നമ്മൾ ജീവിക്കുന്ന കർത്താവിൻ്റെ കൃപയാൽ അത്രേ. കാലേബിൻ്റെ വളരെ മനോഹരമായൊരു ഗാനമാണ് ഇത്. ഇതേപോലെ ആലിസാൻഡിയെ പോലെ പ്രശ്നം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ഗാനം ആശ്വാസമാവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയോടെ ഞങ്ങൾ ആ അടുത്ത ഗാനത്തിലേക്ക് കടക്കുന്നു. വളരെ മനോഹരമായ ഒരു ഗാനമായിരുന്നു. അതിലുപരി ഇന്നത്തെ നമ്മുടെ കോളേഴ്സ് എല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട കോളേഴ്സ് ആയിരുന്നു. അവർക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ മനോഹരമായൊരു ഗാനത്തോടെ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ കോളേഴ്സ് എല്ലാം വളരെ ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്ന നല്ല പാട്ടുകാരുണ്ടായിരുന്നു. അതെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മുടെ ടൈം കഴിഞ്ഞു. നമുക്ക് കോളേഴ്സ് ഇപ്പോഴും വെയിറ്റിങ്ങിലാണ്. പക്ഷേ നമുക്കത് അടുത്ത എപ്പിസോഡിൽ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്ന് ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തവർ ഒരിക്കലും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി അടുത്ത ദിവസങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇന്നത്തെ ഗാനം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ഞങ്ങളുടെ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.